നമസ്കാരം. ഇന്ത്യയിൽ ഇന്ന് പൊന്നിന് ശക്തമായ കുതിപ്പുണ്ടായിരിക്കുന്നു. അമേരിക്കയിലെ സാമ്പത്തിക പ്രതിസന്ധികളാണ് ഇന്നത്തെ സ്വർണ്ണവിലയുടെ കുതിപ്പിന് കാരണമെന്നും വഴിയൊരുക്കിയതെന്നും പറയാം. നവംബർ മാസത്തിൽ പൊതുവെ സ്വർണ്ണവിലയിൽ അസ്ഥിരത തുടരുന്നത് വിപണിയിൽ ആശങ്കയിലാണ് ഉള്ളത്. ഇത് വിൽപ്പനയിൽ പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. തുടർച്ചയായി ഇന്ത്യൻ വിപണിയിൽ സ്വർണ്ണത്തിന് കനത്ത തിരിച്ചടിയുണ്ടായി. എന്നാൽ ഇന്ന് വീണ്ടും മുന്നേറ്റം രേഖപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറയാം. ഇന്ത്യയിൽ വിവാഹ സീസൺ എത്തിയിട്ടും ഇപ്പോൾ സ്വർണ്ണത്തിന്റെ വിലക്കുറവ് സാധാരണക്കാർക്ക് നിരാശയുണ്ടാക്കുന്നു എന്ന് പറയുന്നു. യുഎസിന്റെ തന്നെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനയാണ് ആഗോള വിപണിയിൽ സ്വർണ്ണവില തിരിച്ചു കയറാൻ കാരണമായത്. ഡിസംബറിൽ തന്നെ അടുത്ത ഫെഡ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. പലിശ നിരക്ക് നയത്തിൽ ഏതു മാറ്റവും സ്വർണ്ണത്തിന് വിലയിലെ സാരമായി ബാധിക്കും. 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 120 രൂപ വർദ്ധിച്ച് 12,486 രൂപയിലെത്തി. ഒരു പവന്റെ വില 960 രൂപ വർദ്ധിച്ച് 99,888 രൂപയിലെത്തി. 10 ഗ്രാമിന്റെ വില 1,200 രൂപ വർദ്ധിച്ച് 1,24,860 രൂപയിലെത്തി. 100 ഗ്രാം സ്വർണത്തിന്റെ വില 12,000 രൂപ വർദ്ധിച്ച് 12,48,600 രൂപയുമായി. 22 ക്യാരറ്റ് സ്വർണ്ണ ഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 110 രൂപ വർദ്ധിച്ച് 11,445 രൂപയാണ് കൂടിയത്. ഒരു പവന്റെ വില 880 രൂപ വർദ്ധിച്ച് 91,560 രൂപയിലും എത്തി. 10 ഗ്രാമിന്റെ വില 1,100 രൂപ വർദ്ധിച്ച് 1,14,450 രൂപയിലും എത്തി. 100 ഗ്രാം സ്വർണ്ണത്തിന്റെ വില 11,000 രൂപ വർദ്ധിച്ച് 11,450 രൂപയിലുമായി. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് തന്നെ എടുത്തു നോക്കിയാൽ 90 രൂപ വർദ്ധിച്ച് 9,364 രൂപയിലും എത്തി. ഒരു പവന്റെ വില 720 രൂപ വർദ്ധിച്ച് 74,912 രൂപയിലും എത്തി. 10 ഗ്രാമിന്റെ വില 900 രൂപ വർദ്ധിച്ച് 93,640 രൂപയിലും എത്തി. 100 ഗ്രാം സ്വർണത്തിന്റെ വില 9,000 രൂപ വർദ്ധിച്ച് 9,36,400 രൂപയുമായി. ഇന്ന് MCXൽ സ്വർണത്തിനും വെള്ളിക്കും മികച്ച മുന്നേറ്റമുണ്ട്. ഡിസംബർ 5 കാലാവധി അവസാനിക്കുന്ന സ്വർണ ഫ്യൂച്ചേഴ്സ് വിലയിൽ ഇന്ന് 0.69% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ 10 ഗ്രാം സ്വർണത്തിന് 1,23,492 രൂപയിലെത്തിയെന്ന നിലവാരത്തിലേക്കും ഉണ്ട്. മാത്രമല്ല വെള്ളി ഫ്യൂച്ചേഴ്സ് വില ഒരു 1.21% ഉയർന്ന കിലോഗ്രാമിന് 1,86,517 രൂപയായി ഉയർന്നിട്ടുണ്ട്. ഇത് വെള്ളി വിപണിയെയും ശക്തമായ കുതിപ്പിനെ കാണിക്കുന്നുവെന്നും വെള്ളിയുടെ വിലയും വളരെയധികം തന്നെ കുതിക്കുമെന്നും പറയാം. ഇന്നലെ വരെ ആശ്വാസമായിരുന്നു. ഇന്നലെ സ്വർണ്ണ വിലയിൽ വമ്പൻ ഇടിവായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ വിപണിയിൽ വീണ്ടും സ്വർണ്ണത്തിന് കനത്ത നഷ്ടം ഇന്നലെ ഉണ്ടായിരുന്നു. ഒക്ടോബറിൽ റെക്കോർഡ് ഉയരത്തു നിന്ന് മഞ്ഞ ലോഹത്തിന് വില ഇന്നലെ ഏകദേശം 6.8% കുറഞ്ഞിരുന്നു. ഇത് നിലവിൽ സ്വർണം വാങ്ങുന്നവർക്ക് കൂടുതൽ നേട്ടമാകും എന്നതല്ലാതെ സ്വർണത്തിന്റെ ബിസിനസ് ഉള്ളവർക്ക് അതൊരു നഷ്ടമായിരിക്കുമെന്ന് പറയുന്നു. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ സ്വർണ്ണ വില ഇടിഞ്ഞിട്ടുണ്ട് എന്നത് ഇന്നലത്തെ ശ്രദ്ധേയമായ വാർത്തയായിരുന്നു. എന്നാൽ ഇന്ന് അതേപോലെ തന്നെ ഇത് കൂടുകയും ചെയ്തു എന്നതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുകൂടി പറയാം.